ഹായ് നമസ്കാരം, ഞാൻ സൈന്ധവിയാണ്. എന്തൊക്കെയുണ്ട് വിശേഷം? നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അതേ ഞാനൊന്ന് പുറത്ത് പോവുകയാണ്. അപ്പം നമുക്ക് ഒരുമിച്ച് പുറത്തേക്ക് പോകാൻ കുറച്ച് സ്ഥലങ്ങൾ ഞാൻ ലിസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അവിടെ എല്ലാം നമുക്കൊന്ന് പോയി കണ്ടിട്ട് വേഗം തിരിച്ചു വരാം. ഇത് നമ്മുടെ ഗ്രൗണ്ടാണ്, കാർ പാർക്കിങ്ങിൻ്റെ ഗ്രൗണ്ടിൽ നിന്നാണ് ഞാൻ ഇൻട്രോ എടുക്കുന്നത്. അപ്പോൾ വേഗം നമുക്ക് എല്ലാവരോടും ഒരുമിച്ച് അവിടെ പോയി കണ്ടിട്ട് വേഗം തിരിച്ചു വരാം. ഓക്കെ. ഹായ്, ഞാൻ അങ്ങനെ എന്തായാലും നമ്മുടെ മഹാരാജാസ് ഗ്രൗണ്ടിൻ്റെ അവിടെ ഇറങ്ങിയിരുന്നു. അങ്ങനെ അവിടെ എനിക്കൊരു ഷോപ്പിൽ പോകാനുണ്ടായിരുന്നു. അവിടെ നിന്ന് കുറച്ച് സാധനങ്ങളെല്ലാം മേടിച്ചു. കുറച്ച് ലേഡീസ് ഐറ്റംസാണ്, അതെല്ലാം മേടിച്ചിട്ട് ഞാനിപ്പം നേരെ പോകുന്നത് കല്ലൂരിലേക്കാണ്. കല്ലൂർ സ്റ്റേഡിയത്തിൽ കുറച്ച് എക്സിബിഷൻ നടക്കുന്നത്. ജസ്റ്റ് നമുക്ക് അതൊക്കെ ഒന്ന് വാച്ച് ചെയ്യാം. അപ്പം നമുക്ക് പോയാലോ? ഇപ്പം ഇവിടെ മെട്രോ കയറാൻ വേണ്ടി നിൽക്കുകയാണ്. ആലുവ ഭാഗത്തേക്കുള്ള ടെർമിനലിലോട്ടാണ് എത്തിയിരിക്കുന്നത്. ഇവിടെ നിന്നാണ് നമുക്ക് പോകേണ്ടത്. അപ്പോൾ അതേ ട്രെയിൻ വന്നിട്ടില്ല, അങ്ങൊന്ന് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ട്രെയിനിൽ കയറണം. ഓക്കെ. അങ്ങനെ നമ്മൾ മെട്രോയിൽ കയറി ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. കാണിച്ചു തരാം. കല്ലൂരാണ് പോകുന്നത്. രസമല്ലേ ഇങ്ങനെ പോവാൻ? നമുക്ക് ഇനി ഇവിടുന്ന് രണ്ടാമത്തെ സ്റ്റോപ്പിലാണ് ഇറങ്ങേണ്ടത്. ടൗൺ ഹാളുണ്ട്, അത് കഴിഞ്ഞിട്ട് കല്ലൂർ. കോട്ടൻ്റെ ഒക്കെ എന്തൊക്കെയോ ഇവിടെ എക്സിബിഷൻ നടക്കുന്നത്, ജസ്റ്റ് അതൊന്നും കാണാം. അപ്പം നിങ്ങളെയും കാണിച്ചു തരാം. ഓക്കെ. ഇവിടെ ഇപ്പോൾ ഈ സ്റ്റേഷൻ കഴിഞ്ഞ് അടുത്ത സ്റ്റേഷനാണ് നമുക്ക് അവിടെയാണ് ഇറങ്ങേണ്ടത്. ഇന്ന് രണ്ടാമത്തെ യാത്രയാണ്, ഒറ്റയ്ക്ക് മോനസില്ലാതെ. എനിക്ക് മിസ്റ്റേക്ക് പറ്റി. നമുക്ക് പോകേണ്ട സ്റ്റേഡിയം ആ മെട്രോ സ്റ്റേഷനിലാണ് ഇറങ്ങുന്നത്. ഇതാണ് മോനസ് എന്നെ ഒറ്റയ്ക്ക് എങ്ങും വിടാത്തത്. മനസ്സിലായ? ഞാൻ കല്ലൂർ ഇറങ്ങിയതായിരുന്നു. പക്ഷേ സ്റ്റേഡിയം അവിടെയാണ്, സ്റ്റേഡിയത്തിലാണ് ഈ എക്സിബിഷൻ നടക്കുന്നത്. അന്നേരം ഇപ്പം ഞാൻ നോക്കി ഒന്നും കൂടെ ഇതിൻ്റെ ഇങ്ങനെ മാപ്പുണ്ട് ട്രെയിൻ പോകുന്നതിൻ്റെ. അതിലേക്ക് നോക്കിയപ്പോഴാണ് മനസ്സിലായത് സ്റ്റേഡിയത്തിൻ്റെ ആ എന്താ പറയുക, മെട്രോയിൽ നമ്മളിവിടെ ഇങ്ങനെ ഇറങ്ങി. ഈ നേരെ ഞാൻ അവിടെ പോയി കല്ലൂർ ആ സ്റ്റേഡിയത്തിൻ്റെ അടുത്താണെന്നാണ് പറഞ്ഞത്. ജസ്റ്റ് നമുക്ക് അവിടെ പോയി നോക്കാം. എനിവേ ഇത് ഇവിടുന്ന് എങ്ങനെ ഇറങ്ങേണ്ടതെന്ന് അറിയില്ല. അതിനിടയ്ക്ക് ഒരു കോള് വന്നു കേട്ടോ, അതാണ് കട്ടായി പോയത്. വേദയാണ് വിളിച്ചത്. അപ്പം ഞാൻ നോക്കട്ടെ എക്സലേറ്റർ ഇവിടെ ഉണ്ടോയെന്ന്. ഇല്ല, പടിയാണ്. അന്നേരം ലിഫ്റ്റ്. ഓ, ഇനി അപ്പുറത്ത് ഈ പടി തന്നെ ഇറങ്ങാം. പടി തന്നെ അടുത്താണ്. പടി തന്നെ ഇറങ്ങി നമുക്ക് അങ്ങോട്ട് പോവാം. കല്ലുകുത്തി വീഴാതിരുന്നാൽ കൊള്ളാം. അപ്പോൾ അതേ ചെറിയ മിസ്റ്റേക്കൊക്കെ വരും കേട്ടോ വ്ളോഗിൽ. അപ്പം നിങ്ങളങ്ങ് ക്ഷമിക്കുക. അറിയാമല്ലോ, നമ്മളിങ്ങനെ എല്ലാവരെ പോലെ ഇങ്ങനെ വ്ളോഗ് ചെയ്ത് ഭയങ്കര എക്സ്പീരിയൻസ് ഒന്നുമില്ല. അന്നേരം ചെറിയ ചെറിയ മിസ്റ്റേക്കൊക്കെ വന്നിട്ട് ഈ അക്ഷര തെറ്റൊക്കെ സംസാരിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്. അതങ്ങ് ക്ഷമിക്കുക. അപ്പം ഞാൻ ഇവിടെ എത്തി. ഇനി ഇവിടുന്ന് എങ്ങോട്ടാണ് പോകേണ്ടത് നമുക്ക് ഇവിടെ ആരെങ്കിലും ചോദിക്കാം. ഈ സ്റ്റേഷനെ എനിക്ക് അറിയില്ലല്ലോ, കാരണം ഈ മെട്രോ സ്റ്റേഷൻ്റെ ഈ രണ്ട് സൈഡിലും വാതിലുണ്ട്. ഇതിലേ കൂടെ ഇറങ്ങേണ്ടതെന്ന് അറിയാൻ പറ്റത്തില്ല. അതൊരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ അത് ഇവിടെ നമ്മൾ കസ്റ്റമർ കെയർ ചോദിക്കാം. സ്റ്റേഡിയത്തിനടുത്ത് പോകേണ്ട ഏത് സൈഡിലോട്ടാണ് പോകേണ്ടതെന്ന്. ഓക്കെ. അപ്പോൾ ഞാൻ എൻ്റെ കാർഡിൻ്റെ ബാലൻസ് കണ്ടു. ഞാൻ രാവിലെ നോക്കിയപ്പോൾ 276 ഇപ്പം ഞാൻ നോക്കി 276. പിന്നെ 100 രൂപയ്ക്ക് വേണ്ടി എക്സ്ട്രാ വീണ്ടും റീചാർജ് ചെയ്തിരുന്നു. ഇപ്പം ആണെങ്കിൽ വീണ്ടും ഞാൻ 100 രൂപയുടെ ഓട്ടോ ഓടിയിട്ടുണ്ട്. ഇപ്പം വീണ്ടും 276 കാണിക്കുന്നുണ്ട് ബാലൻസ്. അപ്പോൾ ഇതിൽ എക്സലേറ്റർ ഇല്ല, ഇവിടെയും ലിഫ്റ്റാണ് സാരം. എനിക്കതിലൊന്നും പറ്റില്ല ഗീസ്. നമുക്ക് ലിഫ്റ്റിൽ തന്നെ പോവാം, അതാണ് ബെറ്റർ. അപ്പോൾ ഇതൊക്കെയാണ് കാര്യങ്ങൾ. അപ്പം അവിടെ പോയി അവിടെ എന്തൊക്കെയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എക്സിബിഷൻ കാണാൻ. പണ്ട് പോലീസിലൂടെ ഞാൻ ഇങ്ങനെ എക്സിബിഷന് കൊണ്ടുപോകാൻ പറയാം. അവർ ഭയങ്കര ബോറിങ് പരിപാടിയാണ്. മൊത്തം ലേഡീസ് അല്ലേ, എല്ലാ ലേഡീസ് ഐറ്റംസും കാര്യങ്ങളൊക്കെ അല്ലേ. അത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് ഞാൻ ഒറ്റയ്ക്ക് പോകാമെന്ന് വിചാരിച്ചു. അതുകൊണ്ടാണ് നമ്മൾ ഗ്രൗണ്ട് ഫ്ലോറിലെത്തി. ഗ്രൗണ്ട് ഫ്ലോറിലെത്തി നമ്മളിത് JNN സ്റ്റേഡിയം, അവിടെയാണ് ഈ കല്ലൂർ സ്റ്റേഡിയത്തിനടുത്താണ് ഈ മെട്രോ. അപ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ടാണ് പോകേണ്ടത്.
പിന്നെ ഈ സ്ഥലത്ത് നിന്ന് ആ വഴിക്കാണ് പോകേണ്ടത്. അങ്ങോട്ടാണ് പോകേണ്ടത്. അവിടെയാണ് ഈ എക്സിബിഷനൊക്കെ നടക്കുന്നത്. മറ്റേ വനിതയുണ്ടല്ലോ, വനിത, അവരുടെ എക്സിബിഷനും ഈ ഗ്രൗണ്ടിൽ നടക്കാറുണ്ട്. ഞാൻ പണ്ടൊക്കെ വന്ന് അതും കാണുമായിരുന്നു. വനിത എക്സിബിഷനും കണ്ടിട്ടുണ്ട്. പക്ഷേ ഞാൻ മോനൂസായിട്ട് ഇതിലെ പോയപ്പോൾ ഞാൻ കണ്ടതാണ് ജസ്റ്റ് ഇത്. അപ്പോൾ ഞാൻ വിചാരിച്ചാണ് ജസ്റ്റ് ഇവിടെ വന്നിട്ടൊന്ന് കാണണമെന്നുണ്ട്. മോനൂസ് പറഞ്ഞാൽ മോനൂസ് കൊണ്ടുവരത്തില്ല. അതുകൊണ്ടാണ് ഇന്ന് നമ്മുടെ ബാഗും തൂക്കി ഇറങ്ങിയത്. കോട്ടൺ സാബിനാണ് 2025. ടിക്കറ്റും കാര്യങ്ങളും എന്തൊക്കെയോ ഉണ്ട്. നമുക്ക് നോക്കാം. എനിവേ ജസ്റ്റ് കയറി നോക്കാം. എപ്പോഴും വരുന്നതല്ലേ, അതുകൊണ്ടൊരു നോക്കാം എന്താന്ന്. ചോദിച്ചു നോക്കാം ടിക്കറ്റൊക്കെ എവിടെയാണെന്ന്. അവരോട് ചോദിക്കാം. ഇതിനുള്ളിൽ കയറി ടിക്കറ്റ് ഉണ്ടോ ഏട്ടാ? ഫ്രീ ആണോ? ഓക്കെ താങ്ക് യു. ഇതേ ഇങ്ങനെ കുറേ ആദ്യം ചെന്ന് കയറി നമ്മൾ കുറേ മറ്റേ ആ പൊട്ടുന്ന ഐറ്റംസ് ഉണ്ടല്ലോ, അതിൻ്റെ കുറേ നല്ല ഭംഗിയുള്ള സാധനമുണ്ട്. നമുക്ക് സാധനങ്ങളുണ്ട്, കപ്പും അങ്ങനെ സോസറും എല്ലാം ഉണ്ട്. നല്ല രസമല്ലേ കാണാൻ. കണ്ടോ, വന്നില്ലെങ്കിൽ വലിയൊരു ഇതായേനേട്ടാ. അപ്പോൾ ഇതെല്ലാം കണ്ടുള്ള അടിപൊളിയാണ്. ഇതൊക്കെ ചെടിയൊക്കെ വെക്കാൻ നല്ലതല്ലേ, നമ്മുടെ വീട്ടിലെ ചെടികളൊക്കെ വെക്കാൻ. ഇതൊക്കെ നല്ല ഭംഗിയാണ്. കണ്ടോ, രസമല്ലേ. ഇരുന്നൊക്കെ ഒരു കുഞ്ഞാവ കിടന്നിട്ട് എന്തൊക്കെ ഐറ്റംസാണ്. പിന്നെ അങ്ങോട്ട് വലിയ വലിയ ഫ്ലവർ വെക്കുന്നതെല്ലാം ഉണ്ട്. ഇതിലെല്ലാം മേടിച്ച ചെടിയൊക്കെ വെക്കാം വീട്ടിൽ. കണ്ടോ, അടിപൊളി. ഇതൊക്കെ കണ്ടോ, എന്ത് രസമാണ് കാണാനെല്ലാം. ഇതെല്ലാം കാണിച്ചിട്ടേ ഞാൻ ഇന്ന് പോവുള്ളൂ. ഇഷ്ടമുള്ളത് ഇങ്ങനെ ചെറിയ മണി പ്ലാന്റൊക്കെ ഇട്ട് വെക്കാൻ പറ്റുന്ന രീതിയിലുള്ളത്. കണ്ടോ, സൂപ്പറല്ലേ. കപ്പ്, ചായക്കപ്പ് ഉണ്ടോ? രണ്ടെണ്ണം മേടിച്ചാൽ കൊള്ളാമെന്നുണ്ട്. പക്ഷേ മോനസ് ഓട്ടിച്ചിട്ട് തല്ലും ഇതൊക്കെ മേടിച്ചാൽ. അതാ പേടി. കുഞ്ഞ് വേണ്ട. പിന്നെ ഇങ്ങനത്തെ സാധനങ്ങൾ. പിന്നെ ഭരണിയൊക്കെ ഉള്ളിലുണ്ട്. അവിടെ ഒന്നും കയറാമേ. ഒന്ന് ജസ്റ്റ് കയറി നോക്കിയേക്കാം എന്തൊക്കെ ഐറ്റംസാണ് ഒന്ന് കാണിച്ചു തന്നേക്കാം. എന്താ ഭരണി, എക്സ്ക്യൂസ് മീ. എന്താ ഇത് കണ്ടോ, നല്ല ഭംഗിയില്ലേ ഈ സാധനം. ഞാൻ അത് നോക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ കയറിയത്. ഇത് ഒരിക്കൽ ഓൺലൈനിൽ ഞാനിത് കണ്ടിട്ടുണ്ടായിരുന്നു. നല്ല ഭംഗിയില്ലേ. എന്താ പൈൻ കുപ്പി മാതിരി. ഇനി എവിടെ നിന്ന് ചുറ്റി കിടന്ന് കാണിട്ട് ഭരണിയൊക്കെ നോക്കിയിട്ട് നമ്മൾ ഇന്ന് മറ്റേ അച്ചാറൊക്കെ ഇട്ട് വെച്ചായിരുന്നല്ലോ, അതൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് നോക്കിയിട്ട് ഒരെണ്ണം എന്തെങ്കിലും മേടിക്കണം. നല്ല നല്ല അടിപൊളി ഫർണിച്ചറാണില്ല. നമ്മുടെ വലിയ വലിയ ഫ്ലാറ്റായ സമയത്ത് ഇവിടെ വാഷ് ബേസിൻ്റെ സൈഡിൽ വെക്കാൻ വേണ്ടിയിട്ട് നല്ലതല്ലേ. അതിൻ്റെ പല മോഡലുണ്ട് കേട്ടോ. അതേ വേറൊരു മോഡലുണ്ട് അതിൻ്റെ. കൊള്ളാമല്ലേ. എപ്പോഴുള്ളതാണ് ഇങ്ങനെയുള്ള ചെരുപ്പുകൾ ഇവിടെ. കണ്ടോ, നമുക്കിങ്ങനെ അവർ ഒരേ ഇതിരി പേരൊക്കെ എഴുതി കൊടുത്ത് ഇങ്ങനെ ചെയ്ത് തരും. നല്ല രസമല്ലേ. ചെരുപ്പ് കണ്ടോ, അടിപൊളിയല്ലേ. എല്ലാ സൈസും കേട്ടോ. ഇത് വെറൈറ്റി ഇല്ലേ. വന്നാൽ നോക്കുന്നൊരു സെക്ഷനാണിത്. നല്ല നല്ല ഗ്ലാസ് വളകൾ നമുക്ക് കിട്ടും ഇവിടെ. ഇങ്ങനെ അടിപൊളിയല്ലേ. നോക്കേ എന്തൊക്കെ രീതിയിലുള്ള വളകളുണ്ട്. നോക്കേ സൂപ്പറല്ലേ. എപ്പോഴും ഞാൻ ഈ സെക്ഷൻ വിടാതെ ഇരിക്കത്തില്ല, എങ്ങനെ നോക്കും. ഇവിടെ എന്ത് ഭംഗിയായിട്ടാണ് കിടക്കുന്നത്. വളകൾ എന്നും നമുക്ക് ഹരാണ്. അത് കഴിഞ്ഞുള്ളൂ ബാക്കി എന്തും. ഞാൻ ഇവിടുന്ന് എന്തെങ്കിലുമൊക്കെ ഒന്ന് പറക്കിയെടുക്കാൻ പറ്റുമോയെന്നൊന്ന് നോക്കട്ടെ, എൻ്റെ അളവിൽ കിട്ടുന്നത്.
ഇതൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരും. പിന്നെ ആർക്കാണ് ഞാൻ ഇതൊക്കെ കാണിച്ച് കൊടുക്കുക? അടിപൊളിയല്ലേ, സൂപ്പറല്ലേ? അടിപൊളിയല്ലേ? ഷോപ്പിൻ്റെ കുറച്ച് ഐറ്റംസൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്, കണ്ടോ? നമ്മുടെ കോട്ടൻ്റെ ആണല്ലോ എല്ലാ സാധനങ്ങളും നമ്മുടെ ഷോപ്പിൽ. അങ്ങനെയുള്ള കുറേ കോട്ടൻ്റെ കുറേ ഐറ്റംസ് ഉണ്ട്. അതെപ്പോൾ കണ്ടാലും ഞാൻ ഫോട്ടോ എടുക്കും, അല്ലെങ്കിൽ വീഡിയോ എടുത്തിരിക്കുക. അടിപൊളിയല്ലേ? പോയാലും ഫസ്റ്റ് നോക്കുന്ന ഐറ്റംസ് ഇങ്ങനെയൊക്കെയുള്ള ഐറ്റംസാണ്. സൂപ്പറല്ലേ അല്ലേ? ഇതൊക്കെ ഭംഗിയുടെ കാണാൻ മാലയൊക്കെ പല വെറൈറ്റി ഉണ്ട്. ശരിക്കും നമ്മളുടെ വീടുകളിൽ ചില ഐറ്റംസൊക്കെ ഇവിടെ കിടപ്പുണ്ട്. നല്ല ഭംഗിയില്ലേ കാണാൻ? ഇതിപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഈ ഐറ്റംസൊക്കെ. രസമുണ്ട് കാണാൻ. കുറേ ഷോപ്പുണ്ട്, കുറേ ഡ്രസ്സിൻ്റെയും കുറേ അച്ചാറിൻ്റെയും കുറേ ഉണ്ട്. എല്ലാം സൂപ്പറാണ്. സാരീസൊക്കെ ബിസിനസ് കുറഞ്ഞതിൻ്റെ ടെൻഷനൊക്കെ അവർക്കുണ്ട്. ഓരോരുത്തരോരോ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഞാൻ മുമ്പ് അവിടെ നിന്ന് അവിടുത്തെ അവർ ലാംഗ്വേജിൻ്റെ പ്രോബ്ലം, കസ്റ്റമർ സംസാരിക്കാൻ ബുദ്ധിമുട്ടും കാര്യങ്ങൾ ഇങ്ങനെ സംസാരിക്കുന്നുണ്ടായിരുന്നു. നല്ല സ്വീറ്റ്സൊക്കെ വേണം, അടിപൊളിയാണ്. എപ്പോഴും ഞാൻ നോക്കുന്നത് ഇങ്ങനത്തെ സ്ഥലങ്ങളാണ്. എപ്പോഴും ഇങ്ങനത്തെ എക്സിബിഷൻ വരുമ്പോൾ ഇവിടെ ഉള്ളതാണ് ഈ ചെരുപ്പിൻ്റെ അപരിധി. കുറേ ചുരിദാറിൻ്റെ 3 പീസസ് സെറ്റാണെല്ലാം. എന്ത് രസമായിട്ടാണ്, ഭംഗിയില്ലേ കാണാൻ? അടിപൊളിയായിട്ട് ചെയ്തിച്ചിട്ട് ഇത് പാറ്റേണാണ്. നമ്മൾ ഷോപ്പിൽ ഇങ്ങനെ സാരി ഇങ്ങനെ ചെയ്ത് വെക്കണം. ബനാറസിന് അങ്ങനത്തുള്ള സാധനങ്ങളാണ് തോന്നുന്നു ഇവിടെ ഏറ്റവും കൂടുതൽ. എൻ്റെ കയ്യിലുള്ള ബാഗ് കണ്ടോ, അതിൻ്റെ വലുത് ചെറുതുമുണ്ട്. ഭംഗിയുള്ള കളറുകളിൽ. ഓ, കാശ്മീരി സാരീസാണ് ഇതെല്ലാം. നല്ല ഭംഗിയുണ്ട്. എല്ലാം കാശ്മീരി സാരീസാണ്. ഓരോ സ്ഥലങ്ങളിലും ഓരോ സാരികളിവിടെ ഉണ്ട് കേട്ടോ. സൂപ്പറാണ്. ക്യാഷോട് നേരെ ഇങ്ങനെ ഇട്ടാൽ മതി. എനിക്ക് ഈ കളർ സാരി ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഈ 2 കളറ് സൂപ്പറല്ലേ? മാക്സിമം 3 കൊള്ളാം, അടിപൊളി. സാരിയൊക്കെ ഇങ്ങനെ നമ്മൾ ഒരാൾ ഉടുക്കുന്ന മാതിരി ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്ത് രസമാണ് കാണാൻ, കണ്ടോ? നല്ല ഭംഗിയ സാരികളെല്ലാം ഇങ്ങനെ ഇരിക്കുന്നതാണ്. ഞാൻ ആ കാശ്മീരി സാരിക്ക് വില ചോദിച്ചില്ല. അന്നേരം അയാളത് പറഞ്ഞ 2500 എന്നാണ് പറഞ്ഞത്. അത് ഇത്തിരി കൂടിപ്പോയി. ഇവിടെ കുറേ സാരീസ് ഉണ്ട്. ഞാൻ ജസ്റ്റ് ഇതും കൂടെ കാണിച്ചു തരാവേ. മറ്റേ കോട്ട സാരീസാണ് ഫുള്ള്. എല്ലാം മേലയും ടോപ്പുണ്ട്, സ്ട്രൈറ്റ് ഉണ്ട്, എല്ലാം കോട്ടനാണ്. അടിപൊളിയാണ്. ഇതൊക്കെ സ്ലീവ്ലെസ് എല്ലാം ഉണ്ട്. ഇനി അവരുടെ പേരും നമ്മൾ എടുത്തില്ലെന്ന് വേണ്ടില്ല. ആ പേര് പാവല്ലേ, നമ്മുടെ യൂട്യൂബ് ചാനൽ കൊണ്ട് പറ്റുന്ന രീതിയിൽ ചെയ്തു കൊടുത്തേക്കാം. എല്ലാവരും വരിക, ഈ ഷോപ്പിൽ നിന്ന് സാധനങ്ങൾ മേടിക്കാം കേട്ടോ. ആ പുള്ളി ഇതെല്ലാം കാണിച്ചു. ഇത് എയർലൈൻ ടോപ്പാണെന്നാണ് പുള്ളി പറയുന്നത്. എയർലൈനാണോ ഭയ്യ ഇത്? ആ, എയർലൈൻ ടോപ്പാണ്. ഇത് എത്ര കിത്തിനാ? 850 ആണ് വരുന്നത്. പക്ഷെ നിങ്ങൾ വന്ന് സംസാരിച്ചാൽ അവർ ഡിസ്കൗണ്ടൊക്കെ ഇട്ട് തരും. ജസ്റ്റ് വരും, അവർ ഡിസ്കൗണ്ടൊക്കെ തരും കേട്ടോ. ഓക്കെ, ഇതൊരു വെറൈറ്റി പറഞ്ഞ അടിപൊളിയാണ്.
നമ്മുടെ ഇക്കത്ത് പ്രിൻ്റാണെന്ന് തോന്നുന്നു. ഫുള്ള് ഇക്കത്തിൻ്റെ സാരിയാണ് കേട്ടോ. നമ്മളെ ഷോപ്പിൽ ഈ ഇക്കത്തിൻ്റെയൊക്കെ മെറ്റീരിയൽ നമ്മൾ വെക്കാറുണ്ട്. അടിപൊളിയല്ലേ? ശരിക്കും ഇത് കാണിച്ചു തരണമെന്ന് തോന്നി. ഇക്കത്തിൻ്റെയാണ്. നമ്മൾ ജെൻസിൻ്റെ ഷർട്ടൊക്കെ ഇക്കത്തിൻ്റെ ചെയ്യാറുണ്ട്. കുറേ വെറൈറ്റീസ് ഉണ്ട്. ഇത് നമുക്ക് ഈ ഓണത്തിനും വിഷുവിനും അങ്ങനെയുള്ള ഫെസ്റ്റിവലൊക്കെ വരുമ്പോൾ ഇവരിങ്ങനെ ഈ നമ്മുടെ കല്ലൂർ സ്റ്റേഡിയത്തിൻ്റെ അവിടെ ഇങ്ങനെ എക്സിബിഷൻ വെക്കും. ഭയ്യ ഇത് വിച്ച് മെറ്റീരിയൽ ദിസ് വൺ? മലബാറി സിൽക്ക്. ഓ, മലബാറി സിൽക്കാണ്. ഓൾ 3 പീസ് സെറ്റാണല്ല. സൂപ്പറല്ലേ? ഈ സൈഡ് കുറേ ഉണ്ട്. അടിപൊളിയാണ്. ഷോപ്പിൽ വീഡിയോ എടുക്കുമ്പോൾ ആ പയ്യൻ കുറച്ച് കാര്യങ്ങളൊക്കെ ഇതിനെക്കുറിച്ച് എനിക്ക് പറഞ്ഞു തന്നു. എന്നിട്ട് പറഞ്ഞ് അകത്ത് കയറി എടുത്തോ മേഡം എന്ന് പറയാം. മോശമല്ല, ഞാൻ അകത്ത് കയറുന്ന ശരിയല്ലല്ലോ. എന്നാലും ഞാൻ വിചാരിച്ചു ഇതിൻ്റെയൊക്കെ ഫുള്ളൊന്ന് വീഡിയോ എടുത്ത് എന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്തു പുള്ളി. ഇവിടെ ഒന്ന് എടുക്കാമെന്ന് വിചാരിച്ചു. അടിപൊളിയല്ലേ? ആ ഓറഞ്ച് സൂപ്പറാണല്ലേ? ഓറഞ്ചും ബ്ലാക്കും അതെ, സൂപ്പറാണ്. നമ്മളെ കൊണ്ട് പറ്റുന്ന ചെറിയൊരു ഉപകാരം നിങ്ങൾക്കും കാണുകയും ചെയ്യാം. എൻ്റെ എറണാകുളത്തുള്ള എല്ലാ ഫ്രണ്ട്സിനും ഇവിടെ വരികയും ചെയ്യാം. മനസ്സിലായോ? സൂപ്പറാണ്. ഉണ്ട് കേട്ടോ. അടിപൊളി പിക്കിളുണ്ട്. പക്ഷെ പിക്കിൾ നമ്മളുടെ വീട്ടിലുണ്ടാക്കുന്നുണ്ട്. ഈ ഐറ്റംസ് ഒന്നും ഞാൻ കാണിക്കുന്നില്ല. നമ്മുടെ മോനുസിൻ്റെ എൻ്റെ ഫോട്ടോസ് ഇങ്ങനെ വരയ്ക്കണമെന്ന് അവരെ നമ്പർ തപ്പി എടുത്ത് വെക്കാം. സൂപ്പർ ഐറ്റംസാണ് എല്ലാം. കണ്ടോ? എല്ലാം കല്ലൂരോട്ട് പോരെ, കല്ലൂർ സ്റ്റേഡിയത്തിൻ്റെ അടുത്ത് പോരെ ഒക്കെ മേടിക്കാൻ കിട്ടും. അടിപൊളിയല്ലേ? എന്തോ നമ്മൾ ഓൺലൈനിൽ കാണുന്ന സാധനങ്ങളൊക്കെ നേരിട്ട് കാണുമ്പോണ്ടാകുന്നൊരു സന്തോഷമുണ്ട്. സൂപ്പറല്ലേ? മിക്കതിന് ഓൺലൈനിലാണ് ഇതെല്ലാം കണ്ടിട്ടുള്ളത്. നമ്മുടെ ഫേവറേറ്റ് സാധനമൊക്കെ ഇവിടെ ഉണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ ഇത്. പക്ഷേ പുള്ളിയുടെ സൈൻ ഇല്ല അതിൽ, അതുകൊണ്ട് ഞാൻ മേടിക്കുന്നില്ല. ഇവിടെ ഞാൻ മേടിച്ചു തന്നെയായിരുന്നു. ഞാൻ മിക്കതും പുള്ളിയുടെ നേരിട്ടാണ് അത് മേടിക്കുന്നത്. ആ ബുക്ക് അന്നേരം പുള്ളി സൈൻ ചെയ്ത് നമ്മുടെ പേരെഴുതി തരും. സൂപ്പറാണ്. ജസ്റ്റ് നമ്മളുടെ ലോകമാണിത്. ജസ്റ്റ് ഒന്ന് കയറിയെന്ന് കണ്ടില്ലെങ്കിൽ ഒരു സുഖമില്ലല്ലോ. കണ്ട നിങ്ങൾ 3 പേരുടെ ആണിതല്ലേ? ഓക്കെ. ആ സാരീസ്. ഓക്കെ. ആ ഫ്രണ്ട്സാണോ 3 പേര്? ഓ, നിങ്ങൾ സിസ്റ്റേഴ്സ്. ശരിക്കും മലയാളി തന്നെയാണോ? ആണോ? മനസ്സിലായില്ല കേട്ടോ ഞാൻ കണ്ടിട്ട്. സഹോദരിമാരോട് ചേർന്ന് ചെയ്യുന്നൊരു ബിസിനസ്സാണ് ഇത്. സാരീസാണ് അവർ കൂടുതലും ചെയ്യുന്നത്. ആ, ഈ അതിലൊരാൾ സാരീസാണ്, കോട്ടൺ സാരീസാണ് ചെയ്യുന്നത് എല്ലാം. അതിൻ്റെ പേരെന്താ? സൈറ്റിൻ്റെ പേരെന്താ? രംഗ്. ഓ, നോക്ക്, രംഗ് എന്നാണ് സൈറ്റിൻ്റെ പേര്. ഓൺലൈനിൽ സെർച്ച് ചെയ്താൽ കിട്ടില്ലേ? ഓൺലൈനിൽ ഇവരെ പേജൊക്കെ നോക്കുക. നമ്മൾ ഈ സാരീസൊക്കെ അടിപൊളിയാണ്. എന്താ ഈ സാരിയുടെ പേരെന്താ? ഫുൾ മെയിൻ കോട്ടൺ. ഓക്കെ, മെയിൻ കോട്ടനാണ്. നമ്മളിപ്പോൾ കാണുന്ന മിക്ക അടിപൊളി സാരീസ് ഉണ്ട്. നല്ല നല്ല കളേഴ്സുണ്ട്. ജസ്റ്റ് എല്ലാവരും അവരിന്നും കൂടെ ഉള്ളതെന്ന് തോന്നുന്നു ഇവിടെ അല്ലേ? നിങ്ങളിന്നും കൂടെ ഉള്ളു, നാളെയും കൂടെ ഉണ്ട്. ആ, സാരീസ് ഇന്നും കൂടെ ഉള്ളു. അന്നേരം നാളെയും കൂടെ ഉണ്ടാവും. ആ ഓക്കെ, നാളെയും കൂടെ ഉണ്ടെന്നാണ് പറയുന്നത്. ഇന്ന് വൈകുന്നേരം ഈ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യും. ഓൺലൈനിലുണ്ട്. അന്നേരം ഓൺലൈൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെ പേജൊക്കെ ഒന്ന് പറയുമോ? രംഗ് ബൈ സോണിയ. ഓക്കെ. എൻ്റെ പ്രോഡക്റ്റ്സ് കൂടുതലും ഞാൻ ഫോക്കസ് ചെയ്യുന്ന ആൻറ്റി ടാർണിഷ് സാധനങ്ങളാണ്.
ഇങ്ങനത്തെ സ്റ്റേറ്റ്മെൻറ്റ് പീസസ് ആണ് കൂടുതലും ഫോക്കസ് ചെയ്യുന്നത്. നെക്ക് പീസസ് ആണെങ്കിലും ഇയറിങ്സും അതുപോലെ ബ്രേസ്ലെറ്റ് കോംബോ അപ്പോൾ ഇങ്ങനെ വരുന്ന എല്ലാം കൂടുതലും ലോങ് ലാസ്റ്റ് ചെയ്യുന്ന ആൻറ്റി ടാർണിഷ് സ്റ്റേറ്റ്മെൻറ്റ് പീസസ് ഒക്കെയാണ് കൂടുതൽ. ശരിയും കളർ പോവില്ലല്ലോ? ഇല്ല, കളർ പോവില്ല. നമ്മൾ ഇത് വാട്ടർ റെസിസ്റ്റൻറ്റും സ്വെറ്റ് റെസിസ്റ്റും ഉണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ. അതൊരു ഇതിൻ്റെ സൈറ്റിൻ്റെ പേരും നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാമും ഒന്ന് പറഞ്ഞാൽ. പുള്ളിക്കാരിക്ക് ഇൻസ്റ്റാഗ്രാമും ഉണ്ട്. അന്നേരം ജസ്റ്റ് ഒന്ന് എല്ലാവരും ഒന്ന് ഫോളോ ചെയ്യുക, ഒന്ന് കഴിവതും മേടിക്കുക. നമ്മളൊക്കെ ഹെൽപ്പ് ചെയ്താലേ അവർക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. അതെപ്പോഴും ആലോചിക്കുക. അതിന് ഒന്ന് പറഞ്ഞു നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാമിൻ്റെ പേജ്. എൻ്റെ പേജിൻ്റെ പേരാണ് അലോക്കി. ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ, സ്റ്റാർട്ടപ്പാണ്, ബിസിനസ്സാണ്. തീർച്ചയായിട്ടും നമ്മൾ ഹെൽപ്പ് ചെയ്യണം അല്ലേ? അതെ, തീർച്ചയായിട്ടും. കുറച്ച് വുമൻ അതെ സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. അതെ സപ്പോർട്ട് ചെയ്യണം. അതെ, ഒരു മൂന്ന് പേരും ഫ്രണ്ട്സാണ്. ഇതേ അടുത്ത് നമ്മുടെ ഈ പുള്ളിക്കാരിയെ ഒന്ന് പരിചയപ്പെടാം. ഒന്ന് പറയുമോ എന്തൊക്കെയാണ് ചെയ്യുന്നത്? ഹായ്. ഞാൻ മെയിനായിട്ട് ട്രഡീഷണൽ ജ്വല്ലേഴ്സാണ്. ട്രഡീഷണൽ, ഓക്കെ. ജ്വല്ലേഴ്സിൻ്റെ പിന്നെ ഡ്രസ്സസ് എല്ലാം, ഡ്രസ്സിൻ്റെ എല്ലാം കസ്റ്റമൈസേഷൻ അവൈലബിൾ ആണ്. ഓക്കെ, അതിൻ്റെ പേരും കൂടെ പറഞ്ഞു. സ്വസ്തിയിലാണ് നമ്മൾ. സ്വസ്തി, ഓക്കെ. ഏത് നിങ്ങൾ റെഫറൻസ് എങ്ങനെ തന്നാലും നമ്മൾ ചെയ്തു തരും. എൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ഐഡിയുടെ ഇൻസ്റ്റാഗ്രാം സി ബൈ ലക്ഷ്മി. ഓക്കെ. നമ്മുടെ ജ്വല്ലേഴ്സിന്റെ പേജ് വേറെയാണ്. അതുകൂടെ ഒന്ന് പറഞ്ഞുതരാം. ദ്യുതി ബൈ ലക്ഷ്മിയാണ്. ഓക്കെ ഓക്കെ. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഓണം സീസൺ അല്ലേ വരുന്നത്, അതിന് പറ്റുന്ന എല്ലാ കളക്ഷനും ഇവിടെ അവൈലബിൾ ആണ്. പിന്നെ പോരാത്തതിന് നമുക്ക് എല്ലാ ടൈമും യൂസ് ചെയ്യാൻ പറ്റിയ കൊറിയൻ ജ്വല്ലേഴ്സ് ആണല്ലോ ഇപ്പോൾ ട്രെൻഡിങ്. അതെ അതെ, അതും അവൈലബിൾ ആണ്. ഇനി നിങ്ങളെല്ലാവരും ഇവർ 3 പേരും, 2 പേര് സിസ്റ്റേഴ്സാണ്, ഒരാളും കൂടെ ഉണ്ട്. ഇതേ ഇവർ 3 പേരും പുതിയ ആൾക്കാരാണ്. അവരെ സപ്പോർട്ട് ചെയ്യുക, കഴിവതും അവരെ പേജ് ഫോളോ ചെയ്ത് മേടിക്കേണ്ട ആൾക്കാരെല്ലാവരും മേടിക്കണം കേട്ടോ. ഇത് സൈന്ധവി പറയുന്നതാണ്. ഓക്കെ, താങ്ക് യു. ഇതെല്ലാം ഖാദി കോട്ടൺ കേട്ടോ. നല്ല അടിപൊളി സാരീസാണ്, സൂപ്പറാണ് കണ്ടോ, ഭംഗിയല്ലേ. നമ്മൾ ഓൺലൈനിൽ കാണുന്ന മിക്ക അടിപൊളി സാധനങ്ങൾ നമുക്ക് നേരിൽ കാണാൻ പറ്റും ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ വന്നു കഴിഞ്ഞാൽ. സൂപ്പറാണ്. അങ്ങനെ നമ്മുടെ എക്സിബിഷനൊക്കെ കണ്ടു കഴിഞ്ഞത് ഞാനിവിടെ നിന്നൊരു ഇരുമ്പ് പിച്ചാത്തിയൊക്കെ രാവുന്നൊരു സാധനം മേടിച്ചു. പിന്നെ തേങ്ങ ചുരന്ന ഒരു സാധനം മേടിച്ചിരുന്നു. ഇതെല്ലാം മേടിച്ചിട്ട് ഇവിടെ നിന്ന് ഇറങ്ങുക. നേരെ ഇനി നമ്മൾ വടക്കേക്കോട്ടയിലോട്ട് പോവാം. ക്ഷീണിച്ച് പറ്റുന്നെങ്കിൽ ഒരു ചായ കുടിക്കണം. അപ്പം അതെവിടെ കയറുന്നത് ഞാൻ പറയാം. അപ്പം നിങ്ങളെല്ലാവരും ഇത് കണ്ടു എന്ന് വിശ്വസിക്കുന്നു. അതുപോലെ എന്താ നമ്മളുടെ ആ കുട്ടികളെ കണ്ടില്ലേ, അവരുടെ ഓൺലൈനിൽ കയറി ജസ്റ്റ് ഒന്ന് പർച്ചേസ് ചെയ്യുക, അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ഫോളോയിങ് ചെയ്യുക. അപ്പം ഇതൊക്കെയാണ് എനിക്ക് നിങ്ങളോടൊന്ന് പറയാനുള്ളത്. ബാക്കി ഓരോന്നും നമുക്ക് കണ്ടുകൊണ്ടേ പോകാം. ഇപ്പം ഞാൻ ഇവിടെ നിന്ന് ഇപ്പോൾ ഇറങ്ങാണ് കേട്ടോ. ഞാൻ അവിടെ നിന്ന് ഇറങ്ങി നമ്മൾ മെട്രോ സ്റ്റേഷൻ തിരിച്ച് നമ്മുടെ സ്ഥലത്തോട്ട് പോകാൻ മെട്രോ സ്റ്റേഷൻ കയറാൻ പോവുകയാണ്. അപ്പം ഇന്ന് ഇതൊക്കെയാണ് നിങ്ങളെ ഈ കാണിച്ചു തരാനുള്ളതും എല്ലാം. എല്ലാവരും കാണുക. കാരണം എന്താ പറയുക, ഞാൻ ഭയങ്കര ഹാപ്പിയായി. കാരണം ഒറ്റയ്ക്ക് 2ാമത്തെ പ്രാവശ്യമാണ് ഞാൻ പുറത്ത് വരുന്നത്. കുറേ ആൾക്കാരെ പരിചയപ്പെടാൻ പറ്റി, സംസാരിക്കാൻ പറ്റി. അതൊക്കെ ഒരു വലിയ അനുഗ്രഹം തന്നെയായിട്ടാണ് ഞാൻ കാണുന്നത്. ഞാൻ ചായ ഷോപ്പിൽ ചെന്നിട്ട് കുടിക്കാമെന്ന് വിചാരിച്ചു. ഞാൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പം എന്താ പറയുക, എല്ലാവരും എൻ്റെ ഒപ്പം യാത്ര ചെയ്തെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാനും ഭയങ്കര ഹാപ്പി ആയിരുന്നു. നിങ്ങളും ഹാപ്പി ആയിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം കുറേ നല്ല ആൾക്കാരെ കാണാനും പരിചയപ്പെടാനും ഒക്കെ ഒത്തിരി സാധിച്ചു. അപ്പോൾ വീട്ടിൽ നിന്ന് ഇതൊക്കെ നടക്കുമായിരുന്നു ഇല്ലല്ല. അന്നേരം നമ്മൾ പുറത്തിറങ്ങിയാലേ നമുക്ക് ഇതുണ്ടാവുള്ളൂ എന്ന് പറഞ്ഞില്ല. ഞാൻ വന്നപ്പോഴേ ട്രെയിൻ പോയിട്ടോ. ഇനി 16 മിനിറ്റ് 49 സെക്കൻഡ് കാണിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവരും സന്തോഷത്തോടെ സമാധാനത്തോടെ ഇരിക്കുക. ഓക്കെ, ബൈ ബൈ, ടാറ്റ.